നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മൂവാറ്റുപുഴ സെന്ററിന്റെ പ്രവർത്തനത്തിനുള്ള ധനസമാഹരണ ക്യാമ്പയിന്റെ ഭാഗമായി ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ഏറ്റവും വലുതുമായ ഡെന്റൽ ലാബായി കണക്കാക്കപ്പെടുന്ന ഡെൻ കെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസിനെ ആൽഫ മൂവാറ്റുപുഴ സെന്റർ ഭാരവാഹികൾ സന്ദർശിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശങ്കൽ, ട്രഷറർ VP വിനയകുമാർ, ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ ഇടപ്പാറ, SAPC ജില്ലാ കോർഡിനേറ്റർ എൽദോസ്, ബീന വിനയകുമാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ആൽഫയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച സംഘത്തിന് CSR പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ജീവിതത്തെ കീഴ്മേൽ മറിച്ച കിഡ്നി രോഗം, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ തിരിച്ചുവരവിനുള്ള ശ്രമം, എന്നാൽ പിന്നാലെ വന്ന സ്ട്രോക്ക് ജീവിതമാകെ ഇരുൾ മൂടിയ അവസ്ഥ. 35-കാരനായ ശ്യാംകുമാറിന്റെ എന്നല്ല ആരുടെയും ആത്മവിശ്വാസം നശിപ്പിക്കാൻ പോന്ന അനുഭവങ്ങൾ. ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് അസാധ്യം എന്ന് സ്വയം പഴിച്ച നാളുകൾ. ആരെയും കാണാൻ മനസ്സില്ലാതെ നീണ്ട മൗനത്തിലേക്ക് ഒതുങ്ങാൻ മാത്രമായിരുന്നു ആ ദിനങ്ങളിൽ ശ്യാമിന് കഴിഞ്ഞുള്ളൂ. വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിച്ച ആ ദിവസങ്ങളിൽ ആൽഫ കുട്ടനാട് സെന്ററിലെ നഴ്സിംഗ് ടീം ശ്യാമിനെ കാണാനെത്തി. അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും പലപ്പോഴും മറുപടി മൗനമായിരുന്നു. അതൊന്നും കൂസാതെ അവർ വീണ്ടും വീണ്ടും എത്തിയപ്പോൾ ആ ഉപാധികളില്ലാത്ത സ്നേഹത്തിനു മുമ്പിൽ ശ്യാമിന് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. 2023 ഏപ്രിൽ 6 അന്നാണ് ശ്യാം ആൽഫയുടെ സഹായം സ്വീകരിക്കാൻ തയ്യാറായത്. പിന്നീടുള്ള സന്ദർശനങ്ങൾ പ്രതീക്ഷയുടെ പുതിയൊരു ജാലകമാണ് ശ്യാമിനു മുമ്പിൽ തുറന്നത്. ഭക്ഷണത്തിനായുള്ള സഹായവും സ്നേഹത്തോടെയുള്ള ഫിസിയോതെറാപ്പിക്കെത്താൻ സൗജന്യ വാഹനം, അങ്ങനെ ശ്യാമിന് വേണ്ടതെല്ലാം നൽകി കുട്ടനാട് സെന്റർ ശ്യാമിനൊപ്പം നിന്നു. ചലനശേഷിക്കൊപ്പം ആത്മവിശ്വാസവും തിരിച്ചു വന്ന നാളുകളായിരുന്നു അത്. കാലങ്ങളോളം നിലച്ചുപോയ ചുവടുകൾക്ക് വീണ്ടും ലക്ഷ്യമുണ്ടായി. 2025 മാർച്ച് 11 ആൽഫ കുട്ടനാട് സെന്ററിന്റെ പിന്തുണയോടെ വീട്ടുവളപ്പിൽ തന്നെ ഒരു ചെറിയ ടീ ഷോപ്പ് തുറക്കാനായപ്പോൾ ശ്യാമിന്റെ ജീവിതം പ്രത്യാശയുടെ അർത്ഥം അറിയുകയായിരുന്നു. കുറച്ചുനാൾക്കകം ഈ സംരംഭം എടത്വ പള്ളിക്ക് സമീപത്തേക്ക് മാറ്റി. പള്ളിപ്പെരുന്നാളിൽ ഒഴുകിയെത്തുന്ന തീർത്ഥാടകരുടെ തിരക്കിൽ ശ്യാം നൽകുന്ന ഓരോ ചായയിലും സ്നേഹവും ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് ശ്യാം രോഗദുരിതങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന, ജയം കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിച്ച സംരംഭകനാണ്. ഈ തിരിച്ചുവരവ് ശ്യാമിനു മാത്രമല്ല, ആൽഫ കുട്ടനാട് സെന്ററിൽ സമാനമായ സാഹചര്യങ്ങളിൽ പരിചരണത്തിനായി എത്തുന്നവർക്കും പ്രചോദനമാണ്. ആൽഫ കുട്ടനാട് സെന്ററിലെ നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സഹായികൾ, സെന്ററിലെ സന്നദ്ധ പ്രവർത്തകർ, സർവോപരി ശ്യാമിനും ആൽഫ ഡെയിലി ന്യൂസിന്റെ അഭിവാദ്യങ്ങൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.